മാനന്തവാടിയിലെ പഴശ്ശി പാർക്കാണ്. മന്ത്രി OR കേളുവാണ് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹം മാനന്തവാടിയിൽ ജനപ്രതിനിധി ആയതിനു ശേഷം ഈ പാർക്കിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നത്. അതിനു മുൻപ് കാട് പിടിച്ച് കിടക്കുന്ന പാർക്ക് ഇന്ന് പുതിയ ഉപകരണങ്ങളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഓപ്പൺ തിയേറ്ററൊക്കെയായി ആകെ മാറി. മന്ത്രി OR കേളുവിന് ഈ പാർക്കുമായി ഒരു ആത്മബന്ധം കൂടിയുണ്ട്. 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അന്നിപ്പോൾ വീട്ടിലൊക്കെ പഞ്ഞമാണല്ലോ. അപ്പോൾ അച്ഛനൊക്കെ ഇവിടെ പണിക്ക് വരും. ഇപ്പോൾ നമ്മൾ കൂലിപ്പണിക്ക് വരുന്നതാണ്. അങ്ങനെ അച്ഛൻ്റെ കൂടെ പിന്നെ ഞാനും വരാൻ തുടങ്ങി. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ പോകും, ഇടയ്ക്ക് പണിക്ക് വരും. അവിടെ വരുമ്പോൾ അന്ന് ഇപ്പോൾ കംപ്ലീറ്റ് മുളങ്കാടായിരുന്നു ഇവിടെ. അങ്ങനെ ഈ മുളങ്കാടിനെ വെട്ടിച്ചുട്ട് ആദ്യത്തെ പണിക്ക് ഇറങ്ങുന്ന ആദ്യം ശരിക്കും ഇവിടെയാണ് ഒരു ജോലി ഇവിടെയായിരുന്നു. അപ്പോൾ ഈ സ്ഥലം ശരിക്കും അത്രയും ഓർമ്മയുണ്ട്. അയ്യോ, പിന്നെ ഇതിൻ്റെ ഒരുമാതിരി പാർക്ക് പോലൊക്കെ ആക്കിയതിന് ശേഷം അന്നത്തെ എൻ്റെ ഒരു ഓർമ്മ, അന്ന് KP നൂറുദ്ദീനാണ് വനംവകുപ്പ് മന്ത്രി. അദ്ദേഹം നമ്മൾ അന്ന് ഉദ്ഘാടനം ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മളെല്ലാവരും പോയി ഇവിടുന്ന്. പിന്നെ ഞങ്ങൾ വേറെ പോയി. പിന്നെ MLA ആയിട്ടാണ് വരുന്നത്. പിന്നീട് ഞാൻ വരുന്നത് MLA ആയിട്ട് നന്നാക്കണം എന്ന് ഉറപ്പിച്ചിട്ടാണ്. അതെ, ജനപ്രതിയായിട്ടാണ് പിന്നീട് ഞാൻ വരുന്നത്. ജനപ്രതിയായിട്ട് വന്ന് പനാറിൽ വന്നപ്പോഴാണ് എല്ലാവരും പറഞ്ഞിങ്ങനെ പശു പാർക്ക് എന്തോന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പഴയ പോലെ കംപ്ലീറ്റ് കാട് നിറഞ്ഞ് നമ്മൾ ഒന്നുകൂടി വെട്ടിത്തെളിച്ച് മോടി പിടിപ്പിച്ച് ഈ ചെടികളൊക്കെ വെച്ച് എന്തായാലും ഇപ്പോൾ ആൾക്കാർക്ക് വരാവുന്നൊരു സ്ഥലമാക്കി മാറ്റി. ഒരു കോലത്തിലേക്ക് നമ്മൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പകല് നട്ടുച്ചയ്ക്ക് വരെ കുട്ടികൾ വന്ന് കളിക്കുന്നുണ്ടല്ലോ. കളിക്കാൻ ഇഷ്ടം. പാർക്ക് അടിപൊളിയാണ്, എപ്പോഴും വരും, നല്ലതാണ്. ഒരുപാട് കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനിയിപ്പോൾ വെച്ചാൽ ഇപ്പോൾ ആര് വന്നാലും നമ്മൾ ഇതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ അനാറിൽ വരുമ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന പോലെ വീണ്ടും ആവും. അതിനിപ്പോൾ ഏത് ജനപ്രതിനിധി വന്നു കഴിഞ്ഞാലും അതിന് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ. പക്ഷേ ഇനിയിപ്പോൾ ഇത്രയും മാറ്റം വന്നൊരു സ്ഥിതിക്ക് നാട്ടുകാരും കൂടെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കും നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? അതെ. മക്കളുടെ ഇഷ്ടത്തിനാണ് നമ്മളും കൂടി ഇവിടെ വന്നത്. ഇവിടെയാണ് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട. റോഡ് സൈഡല്ല, പിന്നെ നല്ല സുഖമായിട്ട് മക്കൾ നല്ല കളിയാണ്. കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ. ചെറിയ ഫീ കൊടുത്താലും കുറേ ആൾക്കാർക്ക് കളിക്കാം. മക്കൾക്കെല്ലാം ഇഷ്ടം പോലെ ഊഞ്ഞാലാടാം. പിന്നെ ഫംഗ്ഷനും കാര്യമെല്ലാം ഇവിടെ തന്നെ നടത്തലും. പിന്നീട് വെച്ചാൽ അവിടെ ഒരു സ്റ്റേജ്, ഒരു പബ്ലിക് പദ്ധതിയൊക്കെ, പബ്ലിക്കിൻ്റെ പരിപാടികളൊക്കെ നടത്താനായിട്ട് നമ്മളാണ് സ്റ്റേജ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനൊരു റൂഫ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഏത് സമയത്ത് ഏത് കാലാവസ്ഥയ്ക്കും പരിപാടി നടത്താൻ വേണ്ടി പറ്റും. പിന്നെ ഞാനിവിടെ വരുന്ന ആൾക്കാർ ഒരു ഓപ്പൺ ജിമ്മ്, കുട്ടികൾ കളിക്കുമ്പോൾ മുതിർന്നവർക്ക് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കാര്യം, ഒരു ചെറിയ ഒരു ഓപ്പൺ ജിമ്മ് കൂടി ഏതെങ്കിലും ഒരു സൈഡിന് വേണമെന്ന് കൂടി പ്ലാനിട്ട് ഈ 2 പ്ലാൻ കൂടിയാണ് പഴശ്ശി പാർക്കിൽ. ഇനിയും ഒരുപാട് വികസനം കൊണ്ടുവരും എന്നാണ് മന്ത്രി പറയുന്നത്. മാനന്തവാടിയിലെ ഒരു പ്രധാന വിനോദ കേന്ദ്രമായി ഈ പാർക്ക് മാറട്ടെ. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.